ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മോട്ടറിൻ്റെ ഡ്യൂട്ടി ടൈപ്പിനെ പറ്റിയിട്ടാണ്. നമ്മളൊരു മോട്ടറിൻ്റെ നെയിം പ്ലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ മോട്ടറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടേംസ് കൊടുത്തിട്ടുണ്ടാവും. മോട്ടറിൻ്റെ മേക്ക് ഏതാണ്, അതുപോലെ തന്നെ ഏത് ടൈപ്പിലുള്ള മോട്ടറാണ്, മോട്ടറിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, എത്ര വോൾട്ടേജിലാണ് ഇത് റൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് കറണ്ട്, റണ്ണിങ് കറണ്ട്, ഫ്രീക്വൻസി, അങ്ങനെ മോട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നെയിം പ്ലേറ്റിലുണ്ടാവും. അത്തരത്തിൽ ഈ ഒരു നെയിം പ്ലേറ്റിൽ ഉണ്ടാകുന്ന ഒരു ടേമാണ് ഈ ഒരു ഡ്യൂട്ടി S1 അല്ലെങ്കിൽ ഡ്യൂട്ടി S2, S3, S4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡ്യൂട്ടി S1 അല്ലെങ്കിൽ ഡ്യൂട്ടി S2 ഡ്യൂട്ടി ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്നും പലർക്കും അത്ര വ്യക്തമായിട്ട് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മോട്ടറിൻ്റെ ഡ്യൂട്ടി ടൈപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്ര ടൈപ്പിലുള്ള ഈ ഒരു ഡ്യൂട്ടി സൈക്കിൾസ് ഉണ്ട് എന്നുള്ളതെല്ലാമാണ് നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് ഇൻഡസ്ട്രീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ചെറുതും വലുതുമായിട്ടുള്ള AC DC മോട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് പമ്പുകൾ, അതുപോലെ തന്നെ ഹോം അപ്ലയൻസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ പോലുള്ള സാധനങ്ങളിൽ, വലിയ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന കംപ്രസേഴ്സ്, അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹോസ്റ്റിംഗ് യൂണിറ്റുകൾ, ഇൻഡസ്ട്രിയൽ പമ്പുകൾ, ഇതിലെല്ലാത്തിലും നമ്മൾ പല തരത്തിലുള്ള മോട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പ് വെച്ചിട്ട് നമുക്കൊരു ഇൻഡസ്ട്രിയൽ പർപ്പസിലുള്ള പമ്പിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഒരു മോട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കുറച്ച് സമയം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പമ്പ് ഒരു മണിക്കൂർ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നൊരു ദിവസം നമ്മൾ ചിലപ്പോൾ അത് ഓൺ ആക്കില്ല, അല്ലെങ്കിൽ ഇന്നും നാളെയും കഴിഞ്ഞിട്ട് മറ്റന്നാളായിരിക്കുള്ളൂ വീണ്ടും നമ്മൾ ആ ഒരു പമ്പ് ഓൺ ചെയ്യുന്നത്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് അവിടെ ചിലപ്പോൾ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറൊക്കെ റൺ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കംപ്രസേഴ്സിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്രസറിൽ ഇതുപോലെ കണ്ടിന്യൂസ് റൺ ആയിരിക്കില്ല, പക്ഷേ ഒരു പീരിയോഡിക് റൺ ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഓണായി, അതിനുശേഷം അതിനകത്തുള്ള ആ ഒരു പ്രഷർ കട്ട് ഓഫായി, അതിനുശേഷം വീണ്ടും പ്രഷർ കുറഞ്ഞ് കട്ടിനാകുമ്പോഴത്തേക്ക് വീണ്ടും മോട്ടർ റൺ ചെയ്ത് അത്തരത്തിൽ ഒരു ഗ്യാപ്പിട്ടായിരിക്കുള്ളൂ കംപ്രസറിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടർ റൺ ചെയ്യുന്നത്. ഇനി ഒരു ക്രെയിനിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെയിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ഒരു ബ്രേക്കും കൂടി ഉള്ളതായിരിക്കുള്ളൂ. കാരണം വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ യൂസ് ചെയ്യുന്ന മോട്ടറുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മോട്ടറിൽ ഒരു ലോഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ സ്റ്റാർട്ടിങ് ടൈമിൽ കുറച്ചും കൂടി കൂടുതൽ കറണ്ട് എടുക്കും. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചും കൂടി കൂടുതൽ ടോർക്കുള്ള ടൈപ്പിലുള്ള മോട്ടറുകളായിരിക്കുള്ളൂ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ മോട്ടറും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പർപ്പസിലുമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മോട്ടർ സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു മോട്ടർ എത്ര ടൈമിൽ റൺ ചെയ്യിക്കാൻ പറ്റും, ഏതൊക്കെ കണ്ടീഷനിൽ അതിനെ റൺ ചെയ്യിക്കാൻ പറ്റും, അത് റൺ ചെയ്തതിന് ശേഷം എത്ര ടൈമിൽ അതിന് റെസ്റ്റ് കൊടുക്കണം, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡ്യൂട്ടി സൈക്കിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡ്യൂട്ടി സൈക്കിൾ അല്ലെങ്കിൽ ലോഡ് സൈക്കിൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 3-4 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. എത്ര ഫ്രീക്വൻ്റ്ലി ആണ് ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രിക് ബ്രേക്കിംഗ് ആപ്ലിക്കബിൾ ആണോ, അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്രേക്കിംഗ് വേണ്ടി വരുന്ന കേസുകളിലാണോ ഈ ഒരു മോട്ടർ യൂസ് ചെയ്യുന്നത്, ലോഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ നോ ലോഡിൽ ഇത് എത്ര ടൈം റൺ ചെയ്യുന്നു, എത്ര ടൈം ഇതിന് റെസ്റ്റ് കിട്ടുന്നു, ഈ 5 കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ടാണ് ഡ്യൂട്ടി സൈക്കിൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡ്യൂട്ടി സൈക്കിൾ ഡിഫൈൻ ചെയ്യുന്നത് IEC ആണ്. IEC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ എന്നാണ് ഈ ഒരു IECയുടെ ഫുൾ ഫോം വരുന്നത്. അത്തരത്തിൽ IEC അംഗീകരിച്ചിട്ടുള്ള 10 ടൈപ്പിലുള്ള ഡ്യൂട്ടി സൈക്കിൾസ് ആണ് നിലവിലുള്ളത്. അത് S1 S2 വെച്ചിട്ട് S10 വരെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു S വെച്ചിട്ടാണ് ഡ്യൂട്ടി സൈക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ ഓരോ ടൈപ്പും ഓരോ രീതിയിലുള്ള മോട്ടറുകളെയാണ്, അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷന് ഇതായിട്ടുള്ള മോട്ടറുകളെ ആയിരിക്കുള്ളൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡ്യൂട്ടി S1 ഇതൊരു കണ്ടിന്യൂസ് ഡ്യൂട്ടി ടൈപ്പ് മോട്ടറുകളാണ്. അതായത് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള മോട്ടറുകളാണ് ഈ ഒരു ഡ്യൂട്ടി S1 എന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതിൽ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ മോട്ടർ ഓപ്പറേറ്റ്സ് അറ്റ് എ കണ്ടിന്യൂസ് ലോഡ് ഫോർ എ സഫീഷ്യൻറ്റ് ടൈം ടു എനേബിൾ മോട്ടർ ടു റീച്ച് തെർമൽ ഇക്വിലിബ്രിയം. ഈ ഒരു തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്യൂട്ടി സൈക്കിൾ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്. കാരണം മോട്ടർ റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മോട്ടർ ചൂടാവും. ആ ഒരു ചൂടിന് എത്ര സമയത്തേക്ക് ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രമാത്രം ചൂടിന് ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡ്യൂട്ടി സൈക്കിളിൽ ശരിക്കും കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിൽ കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്തൊരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു കറണ്ട് ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നത് ഇവിടെ കാണാം വിത്ത് റെസ്പെക്ട് ടു ടൈം. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ആണ്. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ 0 അല്ലെങ്കിൽ ഒരു ആംബിയൻ ടെമ്പറേച്ചറിനോട് ക്ലോസ് ആയിട്ടുള്ള വാല്യൂ ആണ്.
അവിടെ നിന്ന് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു കോൺസ്റ്റൻറ്റ് പോർഷനെയാണ് നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിയതിന് ശേഷം അതിന് മുകളിലേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ആവില്ല. സോ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മോട്ടറുകളെയാണ് നമ്മൾ ഡ്യൂട്ടി S1 കാറ്റഗറിയിൽ വരുത്തിയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ട് ടൈം ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി S2 എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ഡ്യൂട്ടിയാണ്. അതിൻ്റെ ഡെഫിനിഷനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ അറ്റ് എ ലോഡ് ഫോർ എ ടൈം നോട്ട് സഫീഷ്യൻറ്റ് ടു റീച്ച് തെർമൽ ഇക്വിലിബ്രിയം ഫോളോഡ് ബൈ ഇനഫ് ടൈം ഫോർ ദ മോട്ടർ ടു കൂൾ ഡൗൺ. അതായത് തെർമൽ ഇക്വിലിബ്രിയം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ ഒരു മോട്ടർ ഓഫ് ചെയ്യും. അതിനുശേഷം അതിനെ കൂൾ ഡൗൺ ചെയ്യാനായിട്ട് വിടും. അത്തരത്തിലുള്ള മോട്ടറുകൾക്കാണ് ഈ ഒരു ഡ്യൂട്ടി S2 എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടി സൈക്കിൾ കൊടുക്കുന്നത്. ഇതിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് സമയത്തേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കറണ്ട് ഫ്ലോ 0 ആയി. പിന്നെ ത്രൂ ഔട്ട് ആ ഒരു ടൈം പീരീഡിൽ അതിനകത്ത് കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ തന്നെ തെർമൽ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാജുവലി റൈസ് ചെയ്ത് ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും തെർമൽ ഇക്വിലിബ്രിയം എത്തിയിട്ടില്ല. പക്ഷേ ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും നമ്മൾ മോട്ടർ ഓഫ് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും മോട്ടർ കൂൾ ഡൗൺ ചെയ്യാൻ തുടങ്ങി. കൂൾ ഡൗൺ ചെയ്ത് വീണ്ടും ആ ഒരു 0 അല്ലെങ്കിൽ ഒരു ആംബിയൻ ടെമ്പറേച്ചറിലേക്ക് എത്തി. ഇത്തരത്തിൽ വരുന്ന ആ ഒരു ഷോർട്ട് ടൈമിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള മോട്ടറുകളെയാണ് നമ്മൾ ഡ്യൂട്ടി S2 എന്നൊരു കാറ്റഗറിയിൽ വരുന്നത്. ഈ ഒരു ഡ്യൂട്ടി S2 ടൈപ്പിലുള്ള മോട്ടറുകളാണ് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ്, അല്ലെങ്കിൽ വീടുകളിൽ യൂസ് ചെയ്യുന്ന വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പമ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്യൂട്ടി S2 കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഡ്യൂട്ടി സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി S3 ആണ് മൂന്നാമത്തെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് പീരിയോഡിക് ടൈപ്പ് ഡ്യൂട്ടിയാണ്. ഇൻ്റർമീഡിയറ്റ് പീരിയോഡിക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യില്ല, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് റെസ്റ്റും ചെയ്യില്ല. ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീരീസ് ഓഫ് ഐഡൻറ്റിക്കൽ ഡ്യൂട്ടി സൈക്കിൾസ് ഈച്ച് ഓഫ് കോൺസ്റ്റൻറ്റ് ലോഡ് ഫോർ എ പീരീഡ് ഫോളോഡ് ബൈ എ റെസ്റ്റ് പീരീഡ്. അതായത് ഇതിൻ്റെ ആ ഒരു ഡ്യൂട്ടി വരുന്നത് കുറച്ച് സമയത്തേക്ക് ഇത് വിത്ത് ലോഡിൽ വർക്ക് ചെയ്യും, അതിനുശേഷം കുറച്ച് സമയത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ വീണ്ടും കുറച്ച് സമയത്തേക്ക് ഇത് ഓൺ ചെയ്യും, അതുപോലെ അതിനുശേഷം റെസ്റ്റ് ചെയ്യും. അത്തരത്തിൽ വരുന്ന ആ ഒരു ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള പീരിയോഡിക് ടൈം ഡ്യൂട്ടിയാണ് നമ്മൾ ഡ്യൂട്ടി S3 കാറ്റഗറിയിൽ വരുന്നത്. ഇതിനകത്ത് ടെമ്പറേച്ചറിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ടെമ്പറേച്ചർ തെർമൽ ഇക്വിലിബ്രിയം ഈസ് നോട്ട് റീച്ച് ഡ്യൂറിങ് ദ സൈക്കിൾ. അതായത് ഇതിനകത്തും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ തെർമൽ ഇക്വിലിബ്രിയം ആ ഒരു വാല്യൂയിലേക്ക് എത്തുന്നില്ല. അതിന് മുമ്പായിട്ട് മോട്ടർ കൂൾ ഡൗണിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് സെയിം നമ്മൾ മോട്ടറിൻ്റെ കറണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് നേരത്തേക്ക് കറണ്ട് ഫ്ലോ ഉണ്ട്, അതിനുശേഷം അത് 0 ആയി. അതിനുശേഷം ഒരു ചെറിയൊരു ഇൻ്റർവെല്ലിന് ശേഷമാണ് വീണ്ടും ഇത് കറണ്ട് ഫ്ലോ ഉണ്ടായിട്ടുള്ളത്. വീണ്ടും ഒരു ചെറിയ റെസ്റ്റ് ഉണ്ട്, അതിനുശേഷം വീണ്ടും കറണ്ട് ഫ്ലോ ഉണ്ട്. അത്തരത്തിൽ ഒരു 8 ഗ്യാപ്പ് ഇട്ടുള്ള ഓപ്പറേഷനാണ് ഇത്തരത്തിലുള്ള മോട്ടറുകൾക്ക് വരുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഗ്യാപ്പുകളാണ്. റണ്ണിങ് ആയിട്ടുള്ള പീരീഡും അതുപോലെ തന്നെ റെസ്റ്റ് പീരീഡും വരുന്നത് ഏകദേശം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ടൈം പീരീഡ്സിലാണ്. ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ടെമ്പറേച്ചർ റൈസായി ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കും ഇതിനകത്ത് തെർമൽ ഇക്വിലിബ്രിയം എത്തിയിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ അവിടെ വെച്ച് മോട്ടർ ഓഫ് ചെയ്തപ്പോൾ അത് അവിടെ നിന്ന് കൂൾ ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. കൂൾ ഡൗൺ ചെയ്തും അത് 0യിലേക്ക് എത്തുന്നില്ല. അതിന് മുമ്പായിട്ട് വീണ്ടും മോട്ടർ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ഉണ്ടായി. അപ്പോഴേക്കും വീണ്ടും മോട്ടർ ഓഫായി, കൂൾ ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അത്തരത്തിൽ ആ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലേക്കും എത്തുന്നില്ല, കൂൾ ഡൗൺ ചെയ്ത് ബാക്ക് ടു 0യിലേക്കും എത്തുന്നില്ല. അതിനിടയിലുള്ള ആ ഒരു ഗ്രാജുവലി ഡിക്രീസ് ആയിട്ടാണ് ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് പോകുന്നത്. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കംപ്രസേഴ്സ് എന്ന് പറയുന്നത്. കംപ്രസറിൻ്റെ വർക്കിംഗ് അതുപോലെയാണ്. ഇനി നെക്സ്റ്റ് ഡ്യൂട്ടി S4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു ഇൻ്റർമീഡിയറ്റ് പീരിയോഡിക് ഡ്യൂട്ടിയാണ്. വിത്ത് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ മോട്ടറും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിത്ത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ടോർക്കിലാണ്, അല്ലെങ്കിൽ വിത്ത് ഒരു ലോഡിലാണ് ഈ ഒരു മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഡെഫിനിഷനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ടു S3 സിമിലർ ആയിട്ടുള്ള ഓപ്പറേഷൻ തന്നെയാണ്. ബട്ട് ദെയർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റാർട്ടിംഗ് ടൈം വിത്ത് എ പീരിയോഡിക് ഓപ്പറേഷൻ. പക്ഷേ അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ടൈം അല്ലെങ്കിൽ ഒരു ഹൈ കറണ്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം കൂടി ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിനകത്ത് ഇത്രയും ഒരു ഏരിയയിലുള്ള കറണ്ട് ഫ്ലോ ഉണ്ട്. അതിനുശേഷം ചെറിയൊരു കുറവ് സംഭവിച്ചിട്ട് പിന്നെ ഈ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ കറണ്ട് ഫ്ലോ ഉണ്ടായിട്ടുള്ളത്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ലോഡ് കണക്റ്റഡ് ആയിരിക്കണം. ആ ഒരു ലോഡ് ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതൽ സ്റ്റാർട്ടിങ് കറണ്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു ഇനേർഷ്യയിൽ നിന്ന് മാറി അതൊരു റണ്ണിങ് കണ്ടീഷനിലൊക്കെ ആയപ്പോഴത്തേക്കും അത് നോർമൽ കറണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം മോട്ടർ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് വീണ്ടും 0യിലേക്ക് വന്നു. ശേഷം ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീണ്ടും ലോഡ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന കറണ്ട് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരുന്നു. അതിൻ്റെ വീണ്ടും ആ റണ്ണിങ് കണ്ടീഷനിലേക്ക് ആയപ്പോഴത്തേക്കും അത് വീണ്ടും കുറച്ച് കുറഞ്ഞ് നോർമൽ കറണ്ടിലേക്ക് മാറി. ഇത്തരത്തിലാണ് ഇതിൻ്റെ കറണ്ട് ഫ്ലോ വരുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ ടു S3 തന്നെയാണ് ഇതിനകത്തും വരുന്നത്.
മോട്ടർ ഓൺ ആയിട്ട് ടെമ്പറേച്ചർ റൈസ് ആകുന്നുണ്ട്. റൈസ് ആ ഒരു കൂൾ ഡൗൺ തുടങ്ങി. ഈ ഒരു കൂൾ ഡൗൺ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കറണ്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ടിൽ നിന്നും നോർമൽ റണ്ണിങ് കറണ്ടിലേക്ക് വന്ന സമയത്ത് ഉണ്ടായ ആ ഒരു റിഡക്ഷനാണ് ഈ കാണുന്ന ചെറിയൊരു കർവ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ മോട്ടർ ഓഫായപ്പോൾ വീണ്ടും മോട്ടർ നന്നായിട്ട് കൂൾ ഡൗൺ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് കൂൾ ഡൗൺ ചെയ്ത് സീറോയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് വീണ്ടും മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു ടൈമിൽ കറണ്ട് കൂടുതലായിരുന്നു. ഇവിടം വരെ ആ ഒരു ഇൻക്രീസിങ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മോട്ടറിൻ്റെ കൂൾ ഡൗൺ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇത്തരത്തിലാണ് ഡ്യൂട്ടി S4 വരുന്നത്. ഈ ഒരു കേസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രെയിൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റിംഗ് യൂണിറ്റിലേക്ക് കമ്പയർ ചെയ്യാം. കാരണം ഹോസ്റ്റിംഗ് യൂണിറ്റിൽ ഇതിൽ നമ്മളെപ്പോഴും ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഇതിലൊരു വെയിറ്റ് ഉണ്ടാവും. ആ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോട്ടർ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു വെയിറ്റുള്ള സമയത്തെന്നുണ്ടെങ്കിൽ മോട്ടറിൽ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കറണ്ട് എടുക്കേണ്ടി വരും സ്റ്റാർട്ടിങ് സമയത്ത്. സോ അതിൻ്റെ ഒരു വർക്കിംഗ് ഏകദേശം ഇതുപോലെ ആയിരിക്കുള്ളൂ. സോ ഇത്തരത്തിൽ വിത്ത് ലോഡിൽ ഇതുപോലെ പീരിയഡിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മോട്ടറുകൾക്കാണ് നമ്മൾ S4 എന്നുള്ള ആ ഒരു ഡ്യൂട്ടി സൈക്കിൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്യൂട്ടി S1, S2, S3, S4 ഈ ഒരു 4 ഡ്യൂട്ടി സൈക്കിൾസാണ് ഏറ്റവും കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഈ ഒരു 4 ഡ്യൂട്ടി ടൈപ്സാണ്. ഇതിന് ശേഷം വരുന്ന S5 തുടങ്ങി S10 വരെയുള്ള ഡ്യൂട്ടി സൈക്കിൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഒരു ഡ്യൂട്ടി സൈക്കിൾസ് എന്താണെന്നുള്ളതും അത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളതുമാണ് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ S5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയൻറ്റ് പീരിയോഡിക് ഡ്യൂട്ടി വിത്ത് ഇലക്ട്രിക് ബ്രേക്കിംഗ്. ഇതിൽ തന്നെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള പീരിയോഡിക് ഡ്യൂട്ടിയാണ് സിമിലർ ടു S4. പക്ഷേ അതിനകത്ത് ഒരു എക്സ്ട്രാ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സീക്വൻസ് ഓഫ് ഐഡൻറ്റിക്കൽ ഡ്യൂട്ടി സൈക്കിൾസ് സ്റ്റാർട്ടിംഗ്, ഓപ്പറേഷൻ, ബ്രേക്കിംഗ് ആൻഡ് റെസ്റ്റ്. ഈ ഒരു 4 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സ്റ്റാർട്ടിങ്, ഓപ്പറേഷൻ, ബ്രേക്ക്, റെസ്റ്റ്. അത് സീരീസ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ടൈപ്പിലുള്ള മോട്ടറുകളെയാണ് ഈ ഒരു S5 കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്തും തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ മോട്ടറിൻ്റെ കൂൾ ഡൗൺ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി S6 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഓപ്പറേഷൻ പീരിയോഡിക് ഡ്യൂട്ടി എന്നാണ് S6ൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. അത് ഏത് ടൈപ്പിലുള്ള ഡ്യൂട്ടിയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിക്കൽ ഡ്യൂട്ടി സൈക്കിൾസ് വിത്ത് എ പീരീഡ് അറ്റ് ലോഡ് ഫോളോഡ് ബൈ എ പീരീഡ് അറ്റ് നോ ലോഡ്. അതായത് ഇതിനകത്ത് മോട്ടർ എപ്പോഴും കണ്ടിന്യൂസ്ലി റണ്ണിങ് തന്നെയാണ്. പക്ഷേ ലോഡ് എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പിലുണ്ടാവും. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പിൽ നോ ലോഡിലായിരിക്കും റൺ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ലോഡിലായിരിക്കും റൺ ചെയ്യുന്നത്. അത്തരത്തിൽ വരുന്ന മോട്ടറുകൾക്കാണ് നമ്മൾ S6 എന്നുള്ള ഒരു കാറ്റഗറി കൊടുത്തിട്ടുള്ളത്. ഇനി S7 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഓപ്പറേഷൻ പീരിയോഡിക് ഡ്യൂട്ടി വിത്ത് ഇലക്ട്രിക് ബ്രേക്കിംഗ്. ഇതിൽ ആസ് പെർ S6 ബട്ട് വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റാർട്ടിങ് ആൻഡ് ഇലക്ട്രിക് ബ്രേക്കിംഗ്. ഇതിനകത്ത് നമ്മൾ കണ്ടിന്യൂസ് റൺ ചെയ്യുന്നുണ്ട്. ലോഡും നോ ലോഡുമായിട്ട് മാറിയാണ്. ഇതിനകത്ത് ആ ഒരു S7ൽ ലോഡും നോ ലോഡും തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു ഇലക്ട്രിക് ബ്രേക്കിങ്ങും കൂടി അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. S8 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഓപ്പറേഷൻ പീരിയോഡിക് ഡ്യൂട്ടി വിത്ത് റിലേറ്റഡ് ടു ലോഡ് സ്പീഡ് ചേഞ്ചസ്. ഇതിനകത്ത് ആ ഒരു ലോഡ് മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സ്പീഡ് കൂടുതൽ ലോഡാണെന്നുണ്ടെങ്കിൽ, വലിയൊരു ലോഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് ചെറുതായിട്ട് കുറയും. ചെറിയ ലോഡാണെന്നുണ്ടെങ്കിൽ സ്പീഡ് വേരിയേഷൻ വരും. അത്തരത്തിൽ സ്പീഡിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡ്യൂട്ടി S8 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി S9 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി വിത്ത് നോൺ പീരിയോഡിക് ലോഡ് ആൻഡ് സ്പീഡ് വേരിയേഷൻ. ഇതിനകത്ത് ആ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അല്ല, നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ലോഡ് വിത്ത് സ്പീഡ് വേരി പീരിയോഡിക്കലി വിത്തിൻ ദ പെർമിസിബിൾ ഓപ്പറേഷൻ ഏരിയ. അതിനകത്ത് ആ ഒരു മോട്ടറിനെ അലോ ചെയ്തിട്ടുള്ള ആ ഒരു റേഞ്ച് ഉണ്ടാവും. ആ ഒരു റേഞ്ചിനടക്ക് വെച്ചിട്ട് തന്നെ ഈ ഒരു സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി S10 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി വിത്ത് ഡിസ്ക്രീറ്റ് കോൺസ്റ്റൻറ്റ് ലോഡ് ആൻഡ് സ്പീഡ്. ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡോ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോഡോ അങ്ങനത്തെ കോമ്പിനേഷൻസോ ഒന്നുമില്ല. എങ്കിൽ പോലും ഈ ഒരു മോട്ടർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ഒന്നും ഉണ്ടായിട്ട് ഡാമേജ് ഒന്നും വരാത്ത രീതിയിലുള്ള മോട്ടറുകളായിരിക്കുള്ളൂ. അത്തരത്തിലുള്ള മോട്ടറുകൾക്കാണ് ഈ ഒരു S10 എന്നുള്ള ഡ്യൂട്ടി സൈക്കിൾ കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് മോട്ടറിൻ്റെ ഡ്യൂട്ടി സൈക്കിൾസ് അല്ലെങ്കിൽ ലോഡ് സൈക്കിൾസ് എന്ന് പറയുന്നത്. S1 തുടങ്ങി S10 വരെ. അതിൽ S1 തുടങ്ങി S10 വരെയിൽ ആദ്യത്തെ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ആ 4 നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു 6 ഡ്യൂട്ടി സൈക്കിൾസ് S5 തുടങ്ങി S10 വരെയുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങളെല്ലാം ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.